ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മച്ചാൻ. എന്താണ് മച്ചന്മാരെ വിശേഷം? അവർക്ക് സുഖമല്ലേ? അങ്ങനെ ആഫ്റ്റർ എ ലോങ് ടൈം നസ്രിയ തിരിച്ചു വന്നിരിക്കുകയാണ് സൂക്ഷ്മദർശിനി എന്ന സിനിമയിലൂടെ. പടത്തിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് MC ജിതിൻ. പിന്നെ പുള്ളിയനാണ് ഇതിൻ്റെ കഥയും എഴുതിയിരിക്കുന്നത്. MC ജിതിനും പിന്നെ ലിബിൻ TB, അതുൽ രാമേന്ദ്രൻ, ഇവർ മൂന്നുപേരും കൂടെയാണ് കഥ എഴുതിയിരിക്കുന്നത്. പിന്നെ കാസ്റ്റ് എന്ന് പറയുന്നത് ബെസിൽ ജോസഫ്, നസ്രിയ, പിന്നെ അഖില ഭാർഗവൻ, നമ്മുടെ പ്രേമലുല, പിന്നെ ദീപക്, പൂജ മോഹൻരാജ്, സിദ്ധാർത്ഥ്, കോട്ടയം രമേശ്, ഇത്രയുമാണ് സിനിമയിലെ കാസ്റ്റ് എന്ന് പറയുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് പറയുമ്പോൾ അല്ല, അടിപൊളി പടം. സത്യം പറഞ്ഞ ഒരു 1.5 മണിക്കൂർ ഞാൻ തിയേറ്ററിൽ ഇരുന്നിട്ട് എനിക്ക് വണ്ടർ അടിക്കുമായിരുന്നു. ഇത് എങ്ങനെയാണ് ഈ കഥ പോകുന്നത് എന്നുവെച്ചാൽ നമുക്കൊന്നും ആ ഒരു സമയത്തൊന്നും മനസ്സിലാകത്തില്ല കേട്ടാ. ഇത് എന്താണ് സംഭവം? നമുക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു സിമ്പിൾ തീം പറഞ്ഞു കഴിഞ്ഞാൽ അയൽവക്കത്തെ കാര്യങ്ങൾ നോക്കുന്ന ഒരാൾ, അതാണ് സംഭവം. അയൽവക്കത്ത് എന്ത് നടക്കുന്നു എന്നത്തെ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അതാണ് ഇതിന്റെ ബേസിക് ഒരു തീം. ഇത് എന്തുവാ, നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഒരു 1.5 മണിക്കൂർ എനിക്ക് ഒരു പടം ഒരു ഇന്റർവെല്ലിൽ കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് എന്തോ ഒരു കിട്ടുന്നില്ല. നമുക്ക് എന്താണിത് എന്താ പോകുന്നത്. ഇപ്പൊ ഈ സീൻ കാണിക്കുന്ന പോലെ ആ സീൻ, ഇപ്പൊ ചില സീനൊക്കെ ഉണ്ട്, നമ്മള് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും അത് എന്നുള്ള ഒരിതുണ്ടല്ലോ, ആ ഒരു എക്സ്പെക്ടേഷൻ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ ഒരു എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ ഒന്നും ആ ഒരു 1.5 മണിക്കൂർ നമ്മൾ വിചാരിക്കുന്നതേ പോലെയല്ല. പടം വേറെ ലെവലിലാണ് പോകുന്നത്. എന്നിട്ട് ആ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴാണ് ആ പടത്തിന്റെ എന്താണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലാകുന്നത് തന്നെ. ബേസിലൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടാ. ഈ ചിലരുടെ കൈ ചിലരെ കിട്ടുമ്പോഴേ അവരെ അങ്ങ് നിർത്തിപ്പൊരിക്കുമെന്ന് പറയല്ലോ, അതുപോലെയാണ് നസ്രിയയും ബേസിലും ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അവർ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാവരും അടിപൊളിയായിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു അടിപൊളി പടമാണ് കേട്ടോ. സത്യം പറയാം, നല്ലൊരു മൂവിയാണ്. ക്ലൈമാക്സ് ഒക്കെ നമ്മൾക്ക് വിചാരിക്കുന്നതിൻ്റെ അപ്പുറമാണ്. ക്ലൈമാക്സ് ഒക്കെ നല്ല ട്വിസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ വിചാരിക്കും ഇതായിരിക്കും വില്ലൻ, ഇതായിരിക്കും, പക്ഷെ അതൊന്നുമല്ല. അത് ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്. പടം നല്ല അടിപൊളി പടമാണ്. നമ്മൾ ഇരുന്നങ്ങ് പോവും. നമുക്ക് ഒരു മടുപ്പിക്കലോ അല്ലെങ്കിൽ ഒരു എന്തോ പറയുന്ന ഒന്നും നമുക്ക് ആ സ്ക്രീനിൽ നിന്ന് മാറാനുള്ള ഇത് നമുക്ക് തോന്നത്തില്ല. കാരണം അത്രക്ക് നല്ല രീതിയിൽ മേക്കിംഗ് ക്വാളിറ്റിയിലാണ് അവർ എടുത്ത് വെച്ചിരിക്കുന്നത് പടം എന്ന് പറയുന്നത്. എല്ലാവരും പടം തിയേറ്ററിൽ തന്നെ പോയി കാണാം. അടിപൊളി പടം കേട്ടോ, അടിപൊളി നല്ല കിണ്ണം പടം എന്ന് പറയുന്നത്. എന്നാലും സൂക്ഷ്മദർശിനി പൊളിച്ച് അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നത്. ബൈ.